Adobe Illustrator നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് അതേ ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റ് ആണ് PDF അതല്ലെങ്കിൽ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നുള്ള ആ ഒരു ഫോർമാറ്റ്. ഓൾറെഡി നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സേവ് ചെയ്യുന്ന ഒരു ഫയലിനെ PDF ആയിട്ട് സേവ് ചെയ്യുമ്പോൾ കാര്യമായി ക്വാളിറ്റി കുറയാതെ തന്നെ ഫയൽ സൈസ് കുറച്ചുകൊണ്ട് എങ്ങനെ PDF ആയി സേവ് ചെയ്യാം എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില സെറ്റിംഗ്സുകളാണ് ഞാൻ ഈ ഒരു പാർട്ടിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. So once again welcome back to Master Media. PDF എന്നുള്ള ഈ ഒരു ഫോർമാറ്റ് ഒരുപക്ഷെ സോഫ്റ്റ്വെയർ അറിയാത്ത ആളുകൾക്ക് പോലും സുപരിചിതമായിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. കാരണം ഡോക്യുമെന്റ് ആയിട്ടുള്ള പല ഫയൽസുകളും നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സേവ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമൺ ഫോർമാറ്റാണ് PDF എന്നുള്ളത്. പക്ഷേ AI-യിൽ നമ്മൾ PDF ആയിട്ട് ചെയ്യുന്ന ഒരു വർക്കിനെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ഫയൽ സൈസ് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. സാധാരണ അത്തരം സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു PDF ഫയൽ സൈസ് കംപ്രസ് ചെയ്യുന്ന വെബ്സൈറ്റുകളോ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പലരും സൈസ് റെഡ്യൂസ് ചെയ്യാറ്. എന്നാൽ അതൊന്നും യൂസ് ചെയ്യാതെ തന്നെ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് PDF-ന്റെ ഫയൽ സൈസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഓൾറെഡി ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങളോട് കാണുന്നുണ്ടാവും. ഇതൊരു സൂപ്പർ മാർക്കറ്റ് ഫ്ലെയർ ആണ്. മെഗാ സേവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പ്രൊമോഷൻ പർപ്പസിന് ചെയ്യുന്ന ഒരു ഫ്ലെയർ ആണ്. അപ്പോൾ ഇതിൽ കൂടുതലും ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളുണ്ട്. ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇല്ലസ്ട്രേറ്ററിലേക്ക് കൊണ്ടുവന്നു. ഇല്ലസ്ട്രേറ്ററിൽ അത് സംബന്ധമായിട്ടുള്ള ചില വെക്ടർ ബാനറുകളും അതുപോലെ പ്രൈസ് ടാഗുകൾ കാര്യങ്ങളൊക്കെ ഇല്ലസ്ട്രേറ്ററിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മൾ ഇല്ലസ്ട്രേറ്ററിൽ നിന്നാണ്. അതായത് PDF ഫോർമാറ്റിൽ ഇല്ലസ്ട്രേറ്ററിൽ നിന്നാണ് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതുപോലത്തെ വർക്കുകളൊക്കെ നമ്മൾ ഇല്ലസ്ട്രേറ്ററിൽ ചെയ്യുമ്പോൾ ഇത് ഒരു പ്രിന്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കില്ല. പലപ്പോഴും വാട്സപ്പോ അതല്ലെങ്കിൽ ടെലിഗ്രാമിലൂടെയൊക്കെ കസ്റ്റമേഴ്സിന് ഷെയർ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടായിരിക്കാം നമ്മളെ ക്ലയൻസ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് വലിയ ഫയൽ സൈസ് ഷെയർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. മാത്രമല്ല ക്വാളിറ്റി വലിയ രീതിയിൽ ലോസ് ചെയ്യാനും പാടില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന സെറ്റിംഗ്സുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. സോ ഞാനിതിന്റെ AI ഫോർമാറ്റിലുള്ള ആക്ച്വൽ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ PDF ആയിട്ട് സേവ് ചെയ്യാൻ പോവാണ്. ഫോൾഡർ ചൂസ് ചെയ്തു. ഞാനിതിന് മെഗാ സെയിൽ എന്ന് പേര് കൊടുത്തു. മെഗാ സെയിൽ 01 എന്ന് കൊടുത്തു. 01 എന്ന് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇനിയും ഫയലുകൾ സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1, 2, 3 എന്നുള്ള ആ നമ്പറിലാണ് സേവ് ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ചേഞ്ച് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മെഗാ സെയിൽ 01 എന്നുള്ള ഒരു ഫയലിലേക്ക് ഞാൻ ഇതിനെ സേവ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ PDF ഫോർമാറ്റ് സെലക്ട് ചെയ്തു. സേവ് ആസ് PDF ടൈപ്പ്. സേവ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇതൊക്കെ ഓൾറെഡി ഞാൻ ഫയൽ ഫോർമാറ്റിന്റെ ആ ഒരു പാർട്ടിൽ പറഞ്ഞതാണ് PDF ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത്. സോ അപ്പോൾ ഇവിടെ ഞാൻ കാര്യമായ മാറ്റങ്ങളൊന്നും കൊടുക്കുന്നില്ല. Adobe PDF പ്രീസെറ്റിൽ ഇല്ലസ്ട്രേറ്റർ ഡിഫോൾട്ട് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതായത് ഇല്ലസ്ട്രേറ്ററിൽ എങ്ങനെയാണോ നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് അതേ സെയിം ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സേവ് PDF കൊടുത്തു. ഇനി ഞാൻ ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫയൽ സൈസും ചെക്ക് ചെയ്യാം. ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പ്രോപ്പർട്ടിയിൽ വന്നിട്ട് അതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫയൽ സൈസ് കാണിക്കാം. 51.6 MB ആണ് ഇതിന്റെ നിലവിലുള്ള സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സൈസ് നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ സാധിക്കില്ല. ആകെ 2 പേജേ ഉള്ളൂ. ഏകദേശം 52ഓളം MB ഉള്ള ഒരു ഫയലായി മാറിയിട്ടുണ്ട്. പക്ഷേ ക്വാളിറ്റി ഒക്കെ എക്സാക്റ്റ് ആയിട്ടുള്ള അതേ സെയിം ക്വാളിറ്റി ആയിരിക്കും. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അക്രോബാറ്റ് റീഡറിലേക്ക് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണോ നമ്മൾ ആ വർക്ക് ചെയ്ത് അതേ സെയിം ക്വാളിറ്റിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഏകദേശം ഈ സെയിം ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ സൈസിൽ വലിയൊരു മാറ്റം നമുക്ക് വരുത്താനുണ്ട്. ഏകദേശം 50 MB കൂടുതലുള്ള ഈ ഒരു ഫയലിനെ നമുക്കൊരു 5 MB അതല്ലെങ്കിൽ അതിലും താഴെ വരുന്ന ഒരു ഫയൽ സൈസിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡുകളാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ചെയ്യുന്ന മെത്തേഡ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫയലിൽ സേവ് ആസ് എടുക്കുന്നു. നേരത്തെ നമ്മൾ മെഗാ സെയിൽ 01 എന്നാണ് കൊടുത്തത്. ഞാനിവിടെ 02 എന്നാക്കുന്നുണ്ട്. നമ്പർ ഒന്ന് മാറ്റി കൊടുത്തു. ദെൻ സേവ് ചെയ്തു. സേവ് കമാൻഡ് കൊടുത്തപ്പോൾ തന്നെ അതിന്റെ സെറ്റിംഗ്സ് ബോക്സ് അപ്പിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെ ഇവിടെ പ്രീസെറ്റിൽ വന്നിട്ട് നേരത്തെ നമ്മൾ Adobe Illustratorന്റെ ഡിഫോൾട്ട് തന്നെയാണ് സെലക്ട് ചെയ്തത്. പക്ഷേ അപ്പോൾ സെയിം ക്വാളിറ്റി നമുക്ക് കിട്ടി. അതോടൊപ്പം തന്നെ വലിയ സൈസും കിട്ടി. പക്ഷെ ഇവിടെ നമുക്ക് കാര്യമായ രീതിയിൽ സൈസ് കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഇവിടെ ഞാൻ താഴെ വന്നിട്ട് സ്മോളസ്റ്റ് ഫയൽ സൈസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ പ്രീസെറ്റ് സ്മോളസ്റ്റ് ഫയൽ സൈസ് ആക്കി. അപ്പോൾ സാധാരണഗതിയിൽ പല ആളുകളും സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് സ്മോളസ്റ്റ് ഫയൽ സൈസ് സെലക്ട് ചെയ്യും. ഇവിടെ സേവ് കൊടുക്കും. അങ്ങനെയാണ് പലരും ചെയ്യുക സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വലിയ രീതിയിൽ സൈസ് കുറയും. പക്ഷെ അതോടൊപ്പം തന്നെ ക്വാളിറ്റിയും ലോസ് ആവുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ ജനറൽ എന്ന് പറയുന്ന ഒരു ടാബിന്റെ തൊട്ട് താഴെ തന്നെ കംപ്രസ് എന്നുള്ള മറ്റൊരു ഓപ്ഷൻ കാണാം. കംപ്രഷനിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ ഏതാനും ചില മാറ്റങ്ങൾ ഇവിടെ വരുത്താനുണ്ട്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. സിമ്പിൾ ആണ്.
ഇവിടെ ഫസ്റ്റ് നമ്മൾ കാണുന്ന കളർ ബിറ്റ് മാപ്പ് ഇമേജ് എന്നുള്ള ഈ ഒരു കാറ്റഗറിയിൽ ഓൾറെഡി ഡീഫാൾട്ട് ആയിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ നിന്ന് ആവറേജ് ഡൗൺ സാമ്പിളിംഗ് ടു എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ആവറേജ് ഡൗൺ സാമ്പിളിംഗ് ടു എന്നുള്ളത് അത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ 100 ആണ് ഇപ്പോൾ നിലവിലുള്ള വാല്യൂ. അവിടെ ഞാനൊരു 300 കൊടുത്തു. 300 കൊടുക്കുമ്പോൾ തന്നെ തൊട്ടിപ്പുറത്തുള്ള PPI എന്നുള്ള വാല്യൂയും കൂടി 300 ആയി മാറുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആവുന്നുണ്ട്. ദെൻ അതിനുശേഷം കംപ്രഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ ഡീഫാൾട്ട് ആയിട്ട് ഓട്ടോമാറ്റിക് JPG തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതവിടെ കീപ്പ് ചെയ്യാം. നെക്സ്റ്റ് അതിന് തൊട്ട് താഴെ വരുന്ന ഇമേജ് ക്വാളിറ്റി എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ നമ്മളിപ്പോൾ ലോ ക്വാളിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. ലോ ആണ് നിലവിലുള്ളത്. ഞാൻ അവിടെ മാക്സിമം ആക്കി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇമേജിൽ കാര്യമായ രീതിയിൽ ക്വാളിറ്റി ലോസ് ചെയ്യാൻ പാടില്ല. എന്നിരുന്നാൽ സൈസ് കുറയും വേണം നമുക്ക്. അപ്പോൾ ഇവിടെ ഞാൻ മാക്സിമം തന്നെ കൊടുത്തു. മാക്സിമം കീപ്പ് ചെയ്തു. അപ്പോൾ കളർ ബിറ്റ് മാപ്പ് ഇമേജിന്റെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഗ്രേ സ്കെയിൽ ബിറ്റ് മാപ്പ് ഇമേജിലേക്കാണ് വരുന്നത്. അവിടെ നമ്മൾ ആവറേജ് ഡൗൺ സാമ്പിളിംഗ് 2 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നേരത്തെ കൊടുത്ത സെയിം വാല്യൂ തന്നെ റിപ്പീറ്റ് ചെയ്യുക. 300 കൊടുത്തു. 300 കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ PPI വാല്യൂയും കൂടി അവിടെ 300 ആയി മാറുന്നുണ്ട്. ദെൻ മുൻപ് നമ്മൾ കണ്ട ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓട്ടോമാറ്റിക് JPG ഉണ്ട്. ഇമേജ് ക്വാളിറ്റി ലോ ആണ്. ഇവിടെ ഞാൻ മാക്സിമം കൊടുത്തു. അതായത് മുകളിൽ നമ്മൾ കളർ ബിറ്റ് മാപ്പ് ഇമേജിൽ കൊടുത്ത സെയിം സെറ്റിംഗ്സ് തന്നെ ഗ്രേ സ്കെയിൽ ബിറ്റ് മാപ്പ് ഇമേജിലും റിപ്പീറ്റ് ചെയ്യാം. ഇനി നമുക്ക് കാര്യമായ സെറ്റിംഗ്സിലേക്ക് ഒന്നും പോകണ്ട. ബാക്കിയുള്ളതെല്ലാം ഡീഫാൾട്ട് ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് സേവ് PDF കൊടുക്കാം. ഓക്കെ കൊടുത്തു. സേവിംഗ് പ്രോസസ്സിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഫയൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഓൾറെഡി മെഗാസെയിൽ 1 എന്ന് പറഞ്ഞ് സേവ് ചെയ്തിരുന്നു ആദ്യം. അത് ഇതിന്റെ ആക്ച്വൽ ക്വാളിറ്റിയിലുള്ള ആ ഒരു ഫയലാണ്. തൊട്ട് താഴെ തന്നെ മെഗാസെയിൽ 02 എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്തു. സോ ഇപ്പോൾ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 4 MB ആയി മാറിയിട്ടുണ്ട്. അതായത് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 3.92 MB ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു മാറ്റമാണ് ഫയൽ സൈസിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഏകദേശം 52 MB ഉള്ള ആ ഒരു ഫയൽ 4 MB ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഫയൽ സൈസ് ഓൾറെഡി കുറഞ്ഞിട്ടുണ്ട്. ഇനി ക്വാളിറ്റി എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നോക്കാം. ഓപ്പൺ വിത്തിൽ അക്രോബാറ്റിലേക്ക് ഞാൻ ഇതിനെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് മാറ്റം അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സേവ് ചെയ്ത ആ ഫയലുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. മെഗാസെയിൽ 01, അതായത് നമ്മൾ സോഴ്സ് ഫോർമാറ്റിൽ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ കൂടി ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ദെൻ ഇനി ഞാൻ ഫയൽ സൈസ് കുറച്ചിട്ടുള്ള ആ ഒരു വർക്ക് ഇവിടെ മാക്സിമൈസ് ചെയ്തു. ഇതിപ്പോൾ രണ്ടാമത് ചെയ്തതാണ്. ഇത് ആദ്യം നമ്മൾ ചെയ്ത വർക്ക്. കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണുന്നുണ്ട് എന്നല്ലാതെ വലിയ രീതിയിലുള്ള ഒരു ക്വാളിറ്റിയും നമുക്കതിൽ നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഫയൽ സൈസ് കാര്യമായ രീതിയിൽ കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 52 MB ഉള്ള ആ ഒരു ഫയലിനെ 4 MBക്ക് അടുത്ത് കുറച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിൽ കാണുന്ന പ്രൊഡക്റ്റ്, അതുപോലെ ടെക്സ്റ്റ്, അതിന്റെ എഡ്ജിൽ വരുന്ന ആ ഒരു റഫ്നെസ് നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മെഗാസെയിൽ 02 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ആക്ച്വൽ ക്വാളിറ്റിയിലുള്ള ആ ഫയൽ സെലക്ട് ചെയ്യാം. 02 സെലക്ട് ചെയ്തു. ദെൻ അഗെയിൻ ഞാൻ 01 സെലക്ട് ചെയ്തു. കാര്യമായ രീതിയിൽ ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല. അറ്റ് ദ സെയിം ടൈം ഫയൽ സൈസ് ഒരു വലിയ റേഞ്ചിൽ തന്നെ റെഡ്യൂസ് ആയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ PDF ആയിട്ട് സേവ് ചെയ്യുന്ന ഒരു ഫയലിനെ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഫയൽ സൈസ് കുറയ്ക്കുന്ന മെത്തേഡ്. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഫയൽ സൈസിൽ വരുന്നു, സേവ് ആസ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഫയലിന് പേര് കൊടുത്തു സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ഉടൻ തന്നെ സേവിന്റെ സെറ്റിംഗ്സുകൾ നമുക്ക് കാണിച്ചു തരും. അവിടെ നമ്മൾ പ്രീസെറ്റിൽ വന്നിട്ട് സ്മോളസ്റ്റ് ഫയൽ കൊടുക്കുന്നു. ദെൻ കംപ്രഷനിൽ വന്നിട്ടാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സെറ്റിംഗ്സുകൾ ചെയ്യുന്നത്. കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ കുറച്ച് വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇമേജ് ക്വാളിറ്റി ഇവിടെ ചേഞ്ച് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ മാക്സിമം ആണ് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് ഇതിലും ഫയൽ സൈസ് കുറയണം എങ്കിൽ ഇവിടെ നമുക്ക് മീഡിയമോ ലോയോ ഒക്കെ ആക്കി കൊടുക്കാം. പക്ഷെ ചെറിയ രീതിയിൽ ഇമേജിന്റെ ക്വാളിറ്റി കുറഞ്ഞാലും ഫയൽ സൈസിനാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഇമേജ് ക്വാളിറ്റിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ 300 എന്നുള്ള വാല്യൂവിൽ മാറ്റം വരുത്തുമ്പോഴും സൈസിൽ കാര്യമായ മാറ്റം വരും. ഇപ്പോൾ 300 എന്നുള്ളത് നമ്മളൊരു 150 അതല്ലെങ്കിൽ 200 കൊടുക്കുമ്പോൾ ഇനിയും സൈസ് കുറയും. അതല്ല 300 എന്നുള്ള വാല്യൂ ഒരു 500 മാറ്റുകയാണെങ്കിൽ ഇമേജിൽ വീണ്ടും ക്വാളിറ്റി വരും. അതോടൊപ്പം തന്നെ സൈസിലും ചെറിയ മാറ്റങ്ങൾ വരും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ വാല്യൂസും അതുപോലെ ഇമേജിന്റെ ക്വാളിറ്റി സെറ്റിംഗ്സ് ഒക്കെ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഫയൽ ഫോർമാറ്റിന്റെ സൈസിൽ മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ഇനി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ള ഈ സെറ്റിംഗ്സ് സ്ഥിരമായി നമുക്ക് സേവ് ചെയ്ത് ഇവിടെ ഒരു പ്രീസെറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ ഓരോ തവണ വർക്ക് ചെയ്ത് അത് സേവ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ സെറ്റിംഗ്സ് ഇവിടെ മാറ്റി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ സ്ഥിരമായി ആ ഒരു പ്രീസെറ്റ് ഇവിടെ സേവ് ചെയ്ത് വെക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് മറ്റൊരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ PDF ഫോർമാറ്റിൽ സേവ് ചെയ്യുമ്പോൾ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ സൈസ് റെഡ്യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സെറ്റിംഗ്സ് കൂടിയാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ആ സെറ്റിംഗ്സുകളൊക്കെ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക.
അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. എനിവേസ് AI സോഫ്റ്റ്വെയറിന്റെ മറ്റൊരു പാർട്ടുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.